ജെറുസലേമിലെ തെരുവുകളിൽ ഇപ്പോൾ ഉയരുന്നത് കേവലം പ്രതിഷേധത്തിന്റെ ശബ്ദമല്ല, മറിച്ച് ശതാബ്ദങ്ങളായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ ബന്ധത്തിന്റെ അടിത്തറ ഇളകുന്നതിന്റെ സൂചനകളാണ്. അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹക്കബിയുടെ വസതിക്ക് മുന്നിൽ തടിച്ചുകൂടിയ പ്രതിഷേധക്കാർ വാഷിംഗ്ടണിന് നൽകുന്നത് വ്യക്തമായൊരു സന്ദേശമാണ്. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഇസ്രയേൽ സർക്കാരിന് നൽകുന്ന അന്ധമായ പിന്തുണ പുനഃപരിശോധിക്കണം. ഇസ്രയേൽ രാഷ്ട്രീയത്തിന്റെ ഹൃദയഭാഗത്തു നിന്ന് തന്നെ ഇത്തരമൊരു ആവശ്യം ഉയരുന്നത് ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. നെതന്യാഹു അമേരിക്കയെ വീണ്ടും കബളിപ്പിച്ചു എന്നാരോപിക്കുന്ന ബാനറുകളുമായാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത്. ഗസയിലെ യുദ്ധത്തെക്കുറിച്ചും ഇറാന്റെ ഭീഷണിയെക്കുറിച്ചും നെതന്യാഹു വാഷിംഗ്ടണിന് നൽകുന്ന വിവരങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് പ്രതിഷേധക്കാർ വാദിക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തെ സ്വന്തം രാഷ്ട്രീയ ലാഭത്തിനായി നെതന്യാഹു ഉപയോഗിക്കുകയാണെന്ന രോഷം ഇസ്രയേൽ ജനതയ്ക്കുള്ളിൽ പുകയുന്നുണ്ട്. ഇത് ഇസ്രയേലിന്റെ മാത്രം ആഭ്യന്തര പ്രശ്നമല്ല, മറിച്ച് ലോകക്രമത്തെ ബാധിക്കുന്ന ഗൗരവകരമായ ഒരു വിഷയമായി ഇത് മാറിയിരിക്കുന്നു. വെസ്റ്റ് ബാങ്ക് മേഖലയിൽ വർദ്ധിച്ചു വരുന്ന ജൂത കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾക്കെതിരെയും പ്രതിഷേധത്തിൽ ശക്തമായ വിമർശനം ഉയർന്നു. ഈ ആക്രമണങ്ങൾ മേഖലയിലെ സമാധാനത്തിന് തുരങ്കം വയ്ക്കുന്നുവെന്നും നെതന്യാഹു സർക്കാർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നും പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടുന്നു. സമാധാനകാംക്ഷികളായ ഇസ്രയേൽ ജനതയും തീവ്ര വലതുപക്ഷ സർക്കാരും തമ്മിലുള്ള വലിയൊരു വിടവാണ് ഇവിടെ പ്രകടമാകുന്നത്. അംബാസിഡർ ഹക്കബിയുടെ വസതിക്ക് മുന്നിലെ ഈ ഒത്തുചേരൽ നേരിട്ട് അമേരിക്കൻ വിദേശ നയത്തെ സ്വാധീനിക്കാനുള്ള ശ്രമമാണ്. അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ഒരിക്കലും തകർക്കാൻ കഴിയാത്ത ഒന്നായാണ് ചരിത്രം വിശേഷിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നെതന്യാഹുവിന്റെ ഭരണകാലത്ത് ഈ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീണിരിക്കുന്നു. വൈറ്റ് ഹൗസിന് നൽകുന്ന ഉറപ്പുകൾ ഇസ്രയേൽ പ്രധാനമന്ത്രി പാലിക്കുന്നില്ലെന്ന ആക്ഷേപം അമേരിക്കൻ രാഷ്ട്രീയ വൃത്തങ്ങളിലും സജീവമാണ്. ഇതിന് ശരിവെക്കുന്ന രീതിയിലുള്ള വെളിപ്പെടുത്തലുകളും പ്രതിഷേധങ്ങളുമാണ് ഇപ്പോൾ ജെറുസലേമിൽ നടക്കുന്നത്. ഗസയിലെ മാനുഷിക പ്രതിസന്ധിയും ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ചകളും എങ്ങുമെത്താതെ നിൽക്കുന്നതിൽ ജനങ്ങൾക്ക് വലിയ അമർഷമുണ്ട്. നെതന്യാഹു സ്വന്തം അധികാരം നിലനിർത്താൻ വേണ്ടി യുദ്ധം നീട്ടിക്കൊണ്ടു പോവുകയാണെന്ന് ഒരു വിഭാഗം ഇസ്രയേലികൾ വിശ്വസിക്കുന്നു. അമേരിക്ക നൽകുന്ന സൈനിക സഹായം ഈ യുദ്ധം നീട്ടാൻ മാത്രമാണ് സഹായിക്കുന്നതെന്ന തിരിച്ചറിവ് പ്രതിഷേധക്കാരെ പ്രകോപിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ചുവരിലെ എഴുത്ത് വായിക്കൂ എന്ന് അവർ അമേരിക്കയോട് വിളിച്ചു പറയുന്നത്. ഇറാൻ ഉയർത്തുന്ന ഭീഷണിയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി നെതന്യാഹു മാറ്റുന്നുവെന്നതാണ് മറ്റൊരു പ്രധാന ആരോപണം. അമേരിക്കയുടെ സൈനിക പിന്തുണ ഉറപ്പാക്കാൻ ഇറാന്റെ പേരിൽ ഭീതി സൃഷ്ടിക്കുകയാണെന്ന് പ്രതിഷേധക്കാർ കരുതുന്നു. നയതന്ത്രപരമായ നീക്കങ്ങളെക്കാൾ സൈനിക നടപടികൾക്ക് മുൻഗണന നൽകുന്ന സർക്കാരിന്റെ നിലപാട് ഇസ്രയേലിന്റെ ഭാവി അപകടത്തിലാക്കുമെന്ന് അവർ ഭയപ്പെടുന്നു. ഈ ആശങ്കകൾ അമേരിക്കൻ പ്രതിനിധിയെ നേരിട്ട് അറിയിക്കുക എന്നതായിരുന്നു പ്രതിഷേധത്തിന്റെ ലക്ഷ്യം. ഇസ്രയേൽ സമൂഹത്തിനുള്ളിലെ ഭിന്നത ഇപ്പോൾ മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഒരു വശത്ത് സൈനിക വിജയത്തിനായി നിലകൊള്ളുന്നവരും മറുവശത്ത് ജനാധിപത്യ മൂല്യങ്ങൾക്കും സമാധാനത്തിനും വേണ്ടി വാദിക്കുന്നവരും. ഈ ആഭ്യന്തര കലാപം ഇസ്രയേലിന്റെ പ്രതിരോധ ശേഷിയെ തന്നെ ബാധിക്കുമോ എന്ന ആശങ്ക സൈനിക വിദഗ്ധർ പങ്കുവയ്ക്കുന്നു. തെരുവിലെ ജനരോഷം ഭരണകൂടത്തിന് അവഗണിക്കാവുന്നതിലും അപ്പുറമാണ്. അമേരിക്കൻ അംബാസിഡർ മൈക്ക് ഹക്കബിയുടെ നിലപാടുകളും ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമാണ്. ഇസ്രായേലിനോട് അനുഭാവം പുലർത്തുന്ന വ്യക്തിയാണെങ്കിലും ജനരോഷം അവഗണിക്കാൻ അദ്ദേഹത്തിനാവില്ല. വാഷിംഗ്ടണിലേക്ക് അദ്ദേഹം നൽകുന്ന റിപ്പോർട്ടുകൾ ഇസ്രയേലിലെ ഈ പുതിയ രാഷ്ട്രീയ മാറ്റങ്ങളെ എങ്ങനെ പ്രതിഫലിപ്പിക്കും എന്നത് നിർണായകമാണ്. അമേരിക്കൻ വിദേശ നയത്തിൽ ഒരു മാറ്റമുണ്ടായാൽ അത് നെതന്യാഹുവിന് വലിയ തിരിച്ചടിയാകും. യുദ്ധം മൂലം ഇസ്രയേലിന്റെ സമ്പദ് വ്യവസ്ഥ നേരിടുന്ന തകർച്ചയും ജനങ്ങളെ പ്രതിഷേധത്തിലേക്ക് നയിക്കുന്നുണ്ട്. അമേരിക്കൻ സഹായം കൊണ്ട് മാത്രം രാജ്യം മുന്നോട്ടു പോകില്ലെന്നും സുസ്ഥിരമായ സമാധാനമാണ് ആവശ്യമെന്നും അവർ തിരിച്ചറിയുന്നു. വിദേശ നയത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും നെതന്യാഹു നടത്തുന്ന കള്ളക്കളികൾ ഇസ്രയേലിനെ ഒറ്റപ്പെടുത്തുകയാണെന്ന ഭീതിയും തെരുവുകളിൽ നിഴലിക്കുന്നു. ജെറുസലേമിലെ ഈ പ്രതിഷേധം വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ മുന്നോടിയാണ്. നെതന്യാഹുവിന്റെ തന്ത്രങ്ങൾ ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെടുകയും അമേരിക്കൻ പിന്തുണയിൽ സംശയങ്ങൾ ഉയരുകയും ചെയ്യുമ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം പുതിയൊരു ദിശയിലേക്ക് മാറുകയാണ്. ജനകീയ പ്രക്ഷോഭങ്ങൾ ഭരണകൂടങ്ങളെ വിറപ്പിക്കുമ്പോൾ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധത്തിന്റെ ഭാവി എന്താകുമെന്ന് ലോകം ഉറ്റുനോക്കുന്നു. നയതന്ത്രപരമായ സത്യസന്ധതയും സമാധാനത്തിനായുള്ള ആത്മാർത്ഥമായ ശ്രമങ്ങളും മാത്രമേ
ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകൂ.